ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാൻ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സേമിയ ഉപ്പുമാവ്, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ഉപ്പുമാവ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ഗ്ലാസ് സേമിയ അല്ലെങ്കിൽ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിലും നമുക്കിതൊന്ന് വറുത്തെടുക്കാം. റോസ്റ്റഡ് ആണെങ്കിലും ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഒരു കപ്പ് ഇതല്ലേ എടുത്തത്, സേമിയല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവണം. ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ആണ് ഉപയോഗിച്ചത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം നമുക്കിതിൽ ഉപയോഗിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ നോക്കുക ഇടയ്ക്കൊന്ന് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. സേമിയ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി എടുക്കാം. അതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നമുക്കൊന്ന് ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുക്കാം. ആ പാനിലേക്ക് ഇതേപോലെ 1 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 1-1.5 സ്പൂണോളം അല്ലെങ്കിൽ 2 സ്പൂണോളം കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എടുക്കാം. കപ്പലണ്ടി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതേ പാനിൽ അതിലേക്ക് തന്നെ കുറച്ച് നമുക്ക് നട്ട്സ്, കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. അതായത് ഇത് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. കാഷ്യൂസൊക്കെ ഇടുമ്പോൾ സേമിയ ഉപ്പുമാവ് ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാഷ്യൂസും നട്ട്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അത് കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് കൊടുത്തയക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരിങ്ങയൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതും നല്ലതാണല്ലോ. ഇനി അതും നമുക്ക് മാറ്റാം. അതിലേക്ക് തന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ 2-3 പച്ചമുളക് ഇതേപോലെ സ്ലൈസാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, മൊരിയണം എന്നില്ല ഉള്ളിയൊന്നും. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതാണ്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സേമിയ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ 2ലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ നട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും നല്ലതാണ്, രാവിലെ എല്ലാവർക്കും കഴിക്കാനും നല്ലതാണ്.
ഒന്ന് നല്ലോണം ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വേവിച്ച് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടിയും നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.